ആലുവ മൂന്നാർ മെയിൻ റോഡിൽ നിന്ന് 200 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട്ടിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. വളരെ മനോഹരമായ എലിവേഷനാണ് ഈ വീടിനുള്ളത്. നാല് മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. .4 ഈ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിങ്ങും ഒരു ഭാഗത്ത് ഫോൾഡിങ്ങുമായിട്ടാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു വിശാലമായ മുറ്റത്തേക്കാണ്. ഇവിടെ 2 കാർ പാർക്കിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. വീടിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ് ഒരു കവേർഡ് പാർക്കിംഗ് ഉള്ളത്. ഏകദേശം 14 അടി നീളവും 10.5 അടി വീതിയുമാണ് ഈ കവേർഡ് കാർ പാർക്കിങ്ങിനുള്ളത്. വീടിന്റെ മുൻഭാഗത്ത് ഇവിടെയായിട്ട് 7.5 അടിയിലേറെ വീതിയുള്ള ഒരു കാർ പാർക്കിംഗ് നമുക്ക് കിട്ടുന്നതാണ്. നമ്മളിപ്പോൾ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. ഏകദേശം 3 അടിയാണ് ഇവിടുത്തെ വീതി വരുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ വടക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 3.2 അടിയാണ് ഈ ഭാഗത്തെ വീതി വരുന്നത്. ഇവിടെയായിട്ട് ഒരു അലക്കുകല്ലും ടാപ്പും നൽകിയിരിക്കുന്നു. നമ്മളിപ്പോൾ വീടിന്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 5.5 അടിയാണ് ഇവിടുത്തെ വീതി വരുന്നത്. ഇവിടെ വടക്ക് കിഴക്ക് മൂലയിലായിട്ടാണ് ഇവിടുത്തെ കിണർ വരുന്നത്. നമ്മളിപ്പോൾ ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണുള്ളത്. ഏകദേശം 11 അടി നീളവും 4.5 അടി വീതിയുമാണ് സിറ്റ് ഔട്ടിനുള്ളത്. സിറ്റ് ഔട്ടിന്റെ ഫ്ലോറിംഗ് ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഫേസിംഗ് ആയിട്ട് വരുന്ന ഈ വീടിന് സിംഗിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. തേക്കിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്കാണ് വരുന്നത്. ഏകദേശം 12.5 അടി നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ലിവിംഗ് സ്പേസിനുള്ളത്. ലിവിംഗ് റൂമിന്റെ ഈ ഭാഗത്തായിട്ട് വളരെ മനോഹരമായി ചെയ്ത ഒരു TV യൂണിറ്റ് നമുക്ക് കാണാം. അതേപോലെ ലിവിംഗ് റൂമിനെയും ഡൈനിങ് റൂമിനെയും സെപ്പറേറ്റ് ചെയ്യാൻ ഇവിടെയായിട്ടൊരു പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നു. ഏകദേശം 12.5 അടി നീളവും 8.5 അടിയിലേറെ വീതിയുമുള്ള ഒരു ഡൈനിങ് റൂമാണ് ഇവിടെ കിട്ടുന്നത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ സുഖമായി ഇടാവുന്ന രീതിയിലാണ് ഈ ഡൈനിങ് റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് റൂമിന്റെ ഈ ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വീടിന്റെ കിച്ചണിലേക്കാണ് വരുന്നത്. ഏകദേശം 9 അടിയോളം നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ കിച്ചണിലുള്ളത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ കിച്ചൺ വരുന്നത്. ഇനി നമ്മൾ ഈ വീടിന്റെ വർക്ക് ഏരിയയിലേക്കാണ് വരുന്നത്. ഏകദേശം 8 അടിയിലേറെ നീളവും 4 അടിയിലേറെ വീതിയുമുള്ള ഈ വർക്ക് ഏരിയ ഗ്രില്ല് ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുന്നു. അതേപോലെ ഈ ഭാഗത്തായിട്ടൊരു സിങ്കും നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ ഈ വീടിന്റെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 11.5 അടിയിലേറെ നീളവും 9 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിലുള്ളത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ മുകൾ ഭാഗം സീലിംഗ് വർക്കുകൾ നൽകി വളരെ മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്നു. ബെഡ്റൂമിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 11.5 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് കബോർഡ് നൽകിയിരിക്കുന്നു.
ഇനി നമ്മൾ ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളെല്ലാം ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിന്റെ ഈ ഭാഗത്തായിട്ട് വലിയൊരു ഗ്ലാസ് വിൻഡോ നൽകിയിരിക്കുന്നു. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് അപ്പർ ലിവിങ്ങിലേക്കാണ്. ഏകദേശം 11 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിങ്ങിന് ഉള്ളത്. ഇനി നമ്മൾ ഈ വീടിന്റെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 12.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വീടിന്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ഏകദേശം 11 അടി നീളവും 5.5 അടിയിലേറെ വീതിയുമാണ് ഈ ബാൽക്കണിക്കുള്ളത്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടൊരു ജാളി വർക്ക് നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ ഈ വീടിന്റെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 11 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇനി നമ്മൾ ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് വരുന്നത്. ഇവിടെയും വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് വരുന്നത്. ഏകദേശം 27 അടി നീളവും 9 അടി വീതിയുമാണ് ഈ സ്പേസിനുള്ളത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീന് ഒരു പോയിന്റും നൽകിയിരിക്കുന്നു. ബസ് സ്റ്റോപ്പിലേക്ക് 200 മീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 6.6 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 18 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 19 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 12 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 12 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 4 സെന്റ് സ്ഥലത്ത് 1760 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 62 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. അതേപോലെ ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.